അലിയിലേക്ക്. അലി, മോക്ക് പോൾ പൂർത്തിയായോ ഈ തണുപ്പിനിടയിലും? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നല്ല തണുപ്പാണ് ഈ പറഞ്ഞതുപോലെ വയനാട്ടിൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ HIM UP സ്കൂളിലാണ്. ഇവിടെ 4 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ 2 ബൂത്തുകളിൽ 83-ാം നമ്പർ ബൂത്ത്, അത് പിങ്ക് ബൂത്താണ്. പിങ്ക് ബൂത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ എല്ലാ ഉദ്യോഗസ്ഥരും വനിതകളായിരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വനിതാ പോലീസ് ഇവിടെ സജ്ജമാണ്. അതുപോലെ തന്നെ മറ്റ് അകത്തുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും വനിതകളായിരിക്കും. ഈ ബൂത്തുകളിൽ ഇപ്പോൾ നിലവിൽ മോക്ക് പോളിംഗ് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മോക്ക് പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞ് മോക്ക് പോളിംഗ് പൂർത്തിയാക്കിയത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വോട്ടർമാർ ഇങ്ങോട്ട് എത്തുമെന്നാണ് കരുതുന്നത്. ഈ പറഞ്ഞതുപോലെ ഏകദേശം ഒരു വിജയം ഉറപ്പിച്ച മട്ടിലുള്ള പ്രവർത്തനമാണ് UDFന്റെ ഭാഗത്തു നിന്നും തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിലൊരു വലിയ ആവേശം, നമ്മൾ ചേലക്കരയിൽ കാണുന്നത് പോലൊരു വലിയ ആവേശത്തിലേക്ക് ഈ അവസാന ദിനങ്ങളിൽ ഒന്നും തന്നെ കാര്യങ്ങൾ ഇവിടെ കണ്ടിരുന്നില്ല. എന്തായാലും അതിന്റെ ഒരു ആലസ്യം തന്നെ ആയിരിക്കാം പോളിംഗ് ബൂത്തുകളിലും ഈ ഘട്ടത്തിൽ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താനുള്ള ആളുകൾ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. മറ്റെല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ്. 2 പോളിംഗ് ബൂത്തുകളാണ് ഈ പറഞ്ഞതുപോലെ അതീവ സുരക്ഷയിൽ വയനാട് മണ്ഡലത്തിൽ ഉള്ളത്. മറ്റെല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാണ്. ഈ പറഞ്ഞതുപോലെ ഈ മുണ്ടക്കൈ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ പ്രദേശത്തെ മനുഷ്യർക്ക് വോട്ട് ചെയ്യാനുള്ള പോളിംഗ് ബൂത്ത് അതും സജ്ജമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇന്നലെയും പുറത്തു വന്നിരുന്നു. എന്തായാലും 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഭൂരിപക്ഷം എത്രയാണെന്നത് മാത്രമാണ് അറിയേണ്ടതെന്നാണ് UDFന്റെ പക്ഷം. NDAയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ നേടിയ ആ ഇരട്ടി വോട്ട്, അതിനേക്കാൾ 1 വോട്ടെങ്കിലും അധികം നേടാൻ കഴിഞ്ഞാൽ അത് നവ്യ ഹരിദാസിന്റെ വലിയ നേട്ടമായി തന്നെ രേഖപ്പെടുത്തപ്പെടും. എന്തായാലും വോട്ട് ശതമാനത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പുള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം സത്യൻ മൊകേരിയെ മുന്നിൽ നിർത്തി ഈ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ഇടയിൽ നിന്നെല്ലാം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ, വലിയൊരു മുന്നോട്ടുപോക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് LDF മുന്നണിയുള്ളത്. എന്തായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലൂടെ അങ്ങനെ പോളിംഗ് ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏത് നിലയിലാകും അത് വോട്ടിങ്ങിനെ ബാധിക്കുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്. മുനമ്പത്തിന് ശേഷം ഈ വഖഫ് വിഷയം ഉണ്ടായ മാനന്തവാടിയിലെ വിഷയം അത് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ വിവാദമാക്കി എടുക്കാൻ BJP ശ്രമിച്ചിരുന്നു. അത് ഇന്ന് വോട്ടായി മാറും. NDAക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് NDAയും ഉള്ളത്. എന്തായാലും പൂർണ്ണ സജ്ജമാണ്, പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള താമസം മാത്രമേ ഉള്ളൂ വയനാട് വിധി എഴുതാൻ. കഴിഞ്ഞ 10,84,253 പേരാണ് വിധി എഴുതിയത് വയനാട്ടിൽ നിന്ന്. പ്രേക്ഷകർ ഓർമ്മിക്കണം, ഏകദേശം 73%, 73.57% വയനാട്ടിൽ 2024 വോട്ടർ ടേൺഔട്ട്. ആ വോട്ടർ ടേൺഔട്ടിനെ മറികടക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുബഷിർ പി അക്ബർ ഉണ്ട്. മുബഷിർ പി അക്ബർ, വെരി ഗുഡ് മോർണിംഗ്. പ്രിയങ്ക ഗാന്ധി വരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ 73.57% എന്നതിൽ നിന്ന് ഈ പോളിംഗ് പെർസെൻറ്റേജ് ഉയരാനുള്ള സാധ്യതയുണ്ടോ? മുബഷിർ ഇപ്പോൾ നിൽക്കുന്ന നിലമ്പൂരാണെന്ന് തോന്നുന്നു. നിലമ്പൂരിൽ PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് ശേഷം ആദ്യമായിട്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതാണ്. പോളിംഗ് ബൂത്തിൽ വലിയ രീതിയിൽ വോട്ടർമാരുടെ നിര പ്രത്യക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ടോ? മോക്ക് പോൾ അവസാനിച്ചു. മോക്ക് പോൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. ഡോക്ടർ അരുൺകുമാർ, വയനാട് ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനം കുറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു 2014 അപേക്ഷിച്ച്. ഇത്തവണ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു മടുപ്പുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആളുകളോട് സംസാരിക്കുമ്പോൾ തുടർച്ചയായ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവരുടെ ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ലഭിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ ഉയർത്തിയിരുന്നു. അതേസമയം തന്നെ പ്രിയങ്ക ഗാന്ധിയെ പോലെ ദേശീയ നിരയിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കന്നി മത്സരത്തിനെത്തുമ്പോൾ അത് ഒരു വിഭാഗം ആളുകളിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. വിശേഷം സ്ത്രീകളിൽ വലിയ ഒരു ആവേശമുണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ നിലയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. LDFനെ സംബന്ധിച്ച് MA ഷാനവാസിനോട് വലിയ ഒരു മത്സരം കാഴ്ചവെക്കാൻ സത്യൻ മൊകേരിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. സത്യൻ മൊകേരി ഈ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച സാഹചര്യത്തിലായിരുന്നു 20,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ അന്ന് UDFന് വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. UDFനെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിലാണ് ഞാൻ നിൽക്കുന്നത്. നിലമ്പൂർ ചെട്ടിയങ്ങാടി സ്കൂളിലാണ്. ആ ഒരു മേഖലയിലേക്ക് അല്പസമയത്തിനുള്ളിൽ PV അബ്ദുൾ വഹാബിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വോട്ട് ചെയ്യാനെത്തും. ഏറനാട് നിയോജക മണ്ഡലത്തിൽ PK ബഷീറിനെ പോലെയുള്ള നേതാക്കളുണ്ട്. PV അൻവറിന്റെ മണ്ഡലം കൂടിയാണ് ഏറനാട് നിയോജക മണ്ഡലം. അദ്ദേഹം നിലമ്പൂർ MLA ആണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വദേശം വരുന്നത് ഏറനാട് മേഖലയാണ്. സ്വാഭാവികമായിട്ടും അരുൺകുമാർ ചോദിച്ച പോലെ PV അൻവർ ഉയർത്തി
പുറത്തുവിട്ട പല വാദഗതികളുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രിയങ്ക ഗാന്ധിക്കാകും താൻ പിന്തുണ നൽകുക എന്നുള്ളത്. കാരണം ഫാസിസത്തിനെതിരായ പോരാട്ടമായതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരേണ്ടതെന്ന് അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ പ്രത്യക്ഷമായിട്ടുള്ള പ്രചാരണ പരിപാടിക്കൊന്നും തന്നെ അൻവർ ഇറങ്ങിയിരുന്നില്ല. ഒതായിലെ ബൂത്തിലായിരിക്കും PV അൻവർ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്കറിയാം 7 നിയോജക മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങൾ LDF-ഉം UDF-ഉം മാറി മാറി MLA-മാരുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ച് UDF വലിയ അവകാശവാദങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. കൃത്യമായ ഭൂരിപക്ഷം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് UDF അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. ഇത്തവണ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി, വിജയം സുനിശ്ചിതമാണെന്നൊരു അവകാശവാദം UDF വെച്ച് പുറത്തുന്നുണ്ട്. ആ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ തന്നെ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുടനീളം നടത്തിയതിനു ശേഷം സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെ ആ നിലയിൽ പ്രിയങ്കയുടെ പ്രചാരണ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ട് വയനാട് ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നു പോകുന്ന ജനപ്രതിനിധിയായി കോൺഗ്രസ് MP-മാർ മാറുന്നു എന്ന ആരോപണമായിരുന്നു LDF ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിരവധി ജനകീയ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് വയനാടിന് ആവശ്യം. അതുകൊണ്ട് LDF പ്രതിനിധിയെ തെരഞ്ഞെടുക്കുമെന്ന ആത്മവിശ്വാസം സത്യൻ മൊക്കേരി ശുഭാപ്തി വിശ്വാസമായി തന്നെ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. NDA സംബന്ധിച്ചും വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയും അവരും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വോട്ടിംഗ് സെന്ററിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. 7 മണിയോടുകൂടി തന്നെ അതിന്റെ ഒരു തിരക്കിലേക്ക് മാറുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുന്നത്. വോട്ടർമാരെത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കും.